കൂട്ടുകാരെ, കൈ ചൊറിയുന്ന വേദനയിൽ നമുക്ക് ഈ സാമ്പാറിലേക്ക് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കാം. ആ നേരത്തെ ഞാൻ ഇങ്ങോട്ട് പോയിരുന്നു നമ്മുടെ. ഹലോ കൂട്ടുകാരി, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്കൊരു ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്ന വീഡിയോ ആയാലോ. നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സിന് ആ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് ഞാൻ അറിഞ്ഞു കേട്ടോ. അതിന് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. അപ്പൊ നമുക്കിന്ന് ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്ന വ്ളോഗിലേക്ക് പോകാം. ഇന്നത്തെ കൊല്ലത്ത് അന്തരീക്ഷം നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു കേട്ടോ. നല്ല ക്ലിയർ അന്തരീക്ഷമാണ് ഇന്ന് കേട്ടോ. എന്താ പറയുക, നല്ല നീലാകാശത്ത് ഇങ്ങനെ നോക്കിക്കേ, നല്ല പച്ച കളറിലുള്ള തെങ്ങും പ്ലാവും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. നല്ലൊരു അന്തരീക്ഷമാണ് ഇന്ന്. നമുക്ക് സാമ്പാർ വെക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ആദ്യം തന്നെ അത് നോക്കിക്കേ, നല്ല ഫുട്ബോൾ കളിക്കാൻ പറ്റിയ രീതിക്കുള്ള ഒരു ഉരുളൻകിഴങ്ങാണേ. പിന്നെന്ന് പറഞ്ഞാൽ ചേന, കൈ ചൊറിയും കേട്ടോ, പക്ഷെ നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അവനെ. സവാളയുണ്ട്, വഴുതനങ്ങ ഉണ്ട് കേട്ടോ, അതുപോലെ തന്നെ വെള്ളരിക്ക, മത്തങ്ങ, പടവളങ്ങ, പിന്നെന്താ ഇത് തടിയങ്കായാണ്, ഇതാണ് പച്ചമുളകും അമരപ്പയറും കേട്ടോ. അപ്പൊ ഇത്രയും സാധനങ്ങൾ അരിഞ്ഞിട്ടാണ് നമ്മൾ സാമ്പാർ വെക്കാൻ പോകുന്നത് കേട്ടോ. കൂട്ടുകാരെ, ഞാൻ പറഞ്ഞില്ലേ ഇന്ന് കൊല്ലത്ത് നല്ല അന്തരീക്ഷമാണെന്ന്. അപ്പൊ ഇന്നലെ നമ്മൾ കഴുകിയിട്ട തുണികളൊക്കെ ഉണങ്ങി. എന്നാലും വെയിൽ ഇന്നലെ നമ്മുടെ കൊല്ലത്തില്ലായിരുന്നു കേട്ടോ. ഇന്നലെ ഭയങ്കര മഴയായിരുന്നു, മൊത്തത്തിൽ മൂടിയ അന്തരീക്ഷമായിരുന്നു. അതുകൊണ്ട് തന്നെ വേണ്ടേ, ഇന്ന് തുണിയൊന്ന് വെയിൽ തട്ടിച്ച് ഉണങ്ങാൻ വേണ്ടി അമ്മ രാവിലെ എല്ലാം എടുത്ത് ഗേറ്റ് ഇടുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂട്ടുകാരെ, അമ്മ രാവിലെ സാമ്പാറിനുള്ള വെജിറ്റബിൾസ് നമ്മുടെ ശുദ്ധവായു ഒക്കെ കിട്ടിക്കൊണ്ട് സിറ്റ് ഔട്ടിലിരുന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അല്ലേ അമ്മേ? മലക്കറി അരി. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ സാമ്പാറിനുള്ള എല്ലാ വെജിറ്റബിൾസും അമ്മ അരിഞ്ഞു തന്നു കേട്ടോ. അതിനുശേഷം അമ്മ തുണി കഴുകാൻ പോയിട്ടുണ്ട്. നമുക്ക് തുണി കഴുകാതെ പറ്റത്തില്ലല്ലോ അല്ലേ. അപ്പൊ സാമ്പാറിനുള്ള എല്ലാ വെജിറ്റബിൾസും ഇരിപ്പുണ്ട്. ഇനി തക്കാളിയും സവാളയും കൂടെ അരിഞ്ഞ് കുക്കറിനകത്തോടെ കേട്ടോ. ഇനി നമുക്ക് കുക്കർ എടുക്കാം. കൂട്ടുകാരെ, എനിക്ക് നീളം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ. കസാര ഇട്ട് കയറിയെങ്കിൽ മാത്രമേ കുക്കറൊക്കെ എടുക്കാൻ പറ്റത്തുള്ളേ. അയ്യോ, പച്ചക്കറികളെല്ലാം ഒന്ന് കഴുകി എടുക്കാം കേട്ടോ. എത്ര കഴുകിയാലും ഇതിനകത്തേക്ക് അടിച്ചേക്കുന്ന വിഷമൊന്നും പോകത്തില്ല. അത് മറ്റൊരു സത്യം കേട്ടോ. നമ്മള് നല്ല രീതിക്ക് അത് കഴുകിയെടുക്കാം. എന്റെ കൂട്ടുകാരെ, എന്റെ രണ്ട് കൈയും ചൊറിഞ്ഞിട്ട് എനിക്ക് വയ്യാ. എന്താന്ന് ചോദിച്ചാ, ഇതിനകത്ത് ചേനയുണ്ടായിരുന്നേ. അമ്മയാണ് ഇത് അരിഞ്ഞത്. എന്നിട്ട് അമ്മയുടെ കൈ മുടിഞ്ഞ ചൊറിച്ചില്ലായിരിക്കും, പക്ഷെ ഞാനിതൊന്ന് കഴുകിയതേ ഉള്ളൂ. എനിക്ക് വയ്യ ചൊറിഞ്ഞിട്ട്. എത്രയും പെട്ടെന്ന് തന്നെ കുക്കറിലിട്ട് നമുക്ക് തിളപ്പിക്കാം. അപ്പൊ എനിക്കൊരു ആശ്വാസം കിട്ടുമായിരിക്കും. കൂട്ടുകാരെ, കൈ ചൊറിയുന്ന വേദനയിൽ നമുക്ക് ഈ സാമ്പാറിലേക്ക് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കാം. അയ്യോ, ഇത്രയും ചൊറിയുമ്പോൾ എനിക്ക് തോന്നുന്നു മുളക് പൊടി വരി തേച്ചാൽ എന്താന്നൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുവാടെ. ഇത്തിരി എരി വേണം. ഇവിടെ അച്ചായിക്കാണെങ്കിൽ സാമ്പാറിനൊക്കെ ഇത്തിരി എരി വേണം കേട്ടോ. അതുകൊണ്ട് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഴിക്കാണെങ്കിൽ പറ്റുന്നില്ല കൂട്ടുകാരെ, എനിക്ക് ചൊറിഞ്ഞിട്ട് വെപ്രാളം എടുക്കണം കേട്ടോ. പണ്ടാരെ ഈ ചേന ഞങ്ങൾ എടുക്കാത്ത കാര്യം ഇതുകൊണ്ടാണ്. ഇനി നമ്മൾ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മുളക്